അപ്പം മച്ചാമാരെ എറിച്ചുകൊണ്ടിവിടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 16-ാം നമ്പർ കൊക്കയോ, 30-ാം നമ്പർ നങ്കീസും. പിന്നെ നമ്മളിന്ന് തോട്ടിലേക്കാണ് പോകുന്നത്. പിന്നെ എൻ്റെ ഓർമ്മയിൽ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് മീൻ പിടിക്കുമ്പോൾ ഒന്നിക്കിൽ മണ്ണിര അല്ലെങ്കിൽ പരളി അങ്ങനത്തെ കൊണ്ടാണ് മീൻ പിടിക്കൽ. അപ്പോൾ എല്ലാവരും പറഞ്ഞ് കടുങ്ങാലി ഇനിയെല്ലാം കിട്ടാനും പിന്നെ നമ്മൾ ഇത് പുണ്ണാക്കും മൈദയും കൂടി മിക്സാക്കിയിട്ട് ഇന്ന് ചൂണ്ടയിടാൻ പോക്കാണ്. അപ്പോൾ ഇതേതായാലും ഒന്നിപ്പോൾ സെറ്റാക്കണം. ഇത് നമ്മൾ വലിയ അറിവൊന്നുമില്ല, എന്നാലും ചെയ്യും. മീനെ കൊണ്ട് തന്നെ മീനെ പിടിക്കുകയും ചെയ്യും. അപ്പോൾ പുണ്ണാക്ക് പൊടി ഇത് മിക്സിയിലിട്ടിട്ടെല്ലാം പൊടിക്കാൻ വേണ്ടിക്കില്ല, നമ്മളിന്നെ ഒരു പരീക്ഷണമാണല്ലോ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. കുറച്ചും കൂടി വെള്ളം ഇനി അടിപൊളിയായിട്ട് നോക്കുക, കുഴച്ചിട്ട് വെള്ളം എടുക്കട്ടെ. അപ്പോൾ ഇത് നമ്മളെ സാധനമായിട്ടുണ്ട്. പുണ്ണാക്കും മൈദയിലും കൂടി ടൈറ്റ് സംഭവമാക്കി ഇനി നേരെ തോട്ടിലേക്കാണ്. മീനെ കൊണ്ട് ഇന്ന് എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ മീനെ പിടിച്ചിരിക്കും. നോക്കാം. വെള്ളം കണ്ട പുതുമഴക്ക് വന്ന വെള്ളം, ഇത് തോട്ടിലെ ഫുൾ വെള്ളമായി ഗൈസ്. നമ്മൾ മീനെ ആകർഷിക്കണ്ടിട്ട് കുറച്ച് മൈദ, നമ്മൾ കരിമീനെല്ലാം പിടിക്കൂലേ, കരിമീനെല്ലാം പിടിക്കാൻ ഉപയോഗിക്കുന്ന അതേ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആകർഷിക്കുന്നൊന്നും കാണുന്നില്ലല്ലോ ഭഗവാൻ. അധികം തീർക്കണ്ട. കോത്ത് ചാടുന്നത് ഇവിടെയാ ഒരാളും. അപ്പോൾ ഇതാ നമുക്ക് മൈദക്ക് കിടാ സാധനം. ഇതാ മൈദക്ക് ഇരിക്കട്ടെ, ഒരു മിനിറ്റ്. ഇതാ മൈദക്ക് നമുക്ക് ആദ്യത്തെ കടുങ്ങാലി. അയ്യോ, അപ്പോൾ കിട്ടും, വിജയിച്ച്. ഓ ഓക്കെ. Ready? 1, 2, 3. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ മീൻ, നമ്മൾ പുതിയ സ്പോട്ടിൽ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ മീൻ അടിച്ചിട്ടുണ്ട് ഗൈസ്. രണ്ടാമത്തെ പിന്നെ നമ്മൾ ചാകര. അപ്പോൾ മച്ചാൻ വരെ നമ്മൾ ഇന്ന് അത്യാവശ്യം കുറച്ച് കിട്ടി. പിന്നെ വീഡിയോ ഏതായാലും അവസാനിപ്പിക്കലാന്ന്. ഇനി റിട്ടേർത്ത് ഉണ്ടാവുക ചിലപ്പോൾ. പിന്നെ ബാക്കി കിട്ടിയതെല്ലാം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരും. ഇപ്പം വേണ്ട മുള്ളാങ്കുട്ടീൻ്റെ താണ്ഡവമാണ്, നമ്മളിങ്ങനെ തകർക്കും. അപ്പോൾ ഓക്കെ.